കമന്റ് ചെയ്യൂട്ടോ. ക്ലാസ് മിസ് വന്നുട്ടോ. ഓക്കെ ഓക്കെ. അടുത്തത് നിഷ മാം ആണോ? നിർമ്മല മാം ആണോ? അല്ല, നിഷ മാം തോന്നുന്നു. Good morning. Morning, everybody. Good morning, ma'am. Good morning, ma'am. How are you? Good morning, ma'am. Fine. How is Good going? morning, ma'am. Good morning. Good morning. How is going there? All are fine there. Yes, Good ma'am. morning, ma'am. Morning. Good morning, ma'am. Morning. Good morning. All of you, good morning. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കേൾക്കട്ടെ. സുഖം. സുഖം മാം. സുഖമായിട്ടിരിക്കുന്നു അല്ലേ? കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ? Yes, ma'am. Yes. Yes, ma'am. Yes, ma'am. നിങ്ങൾക്ക് വൈറ്റ് ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? No. ഇല്ല മാം. ഇല്ലല്ലോ മാം. ഇപ്പൊ പറ്റുന്നുണ്ടോ? ഇപ്പൊ വൈറ്റ് കാണുന്നു. ബോർഡ് Yes, ma'am. Yes, ma'am. കാണും അല്ലേ? പിന്നെ കേൾക്കട്ടെ, വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ. ഓരോരുത്തരുടെ എന്തൊക്കെയുണ്ട്? 2 ദിവസമായി അല്ലേ? ശനി ഞായറൊക്കെ. ഇന്ന് എക്സാം ആയിരുന്നു മിസ്. എന്തിന്റെ എക്സാം? എന്തിന്റെ? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. മാം എടുക്കുന്നു. മാമിന്റെ എക്സാം ആയിരുന്നു അല്ലേ? നമ്മൾക്ക് നടത്തുന്ന ഒരു എക്സാം ഒക്കെ ഇടയ്ക്കും നമുക്കോ വേണോ? വേണോന്നോ? ഇടയ്ക്കൊന്ന് നിങ്ങളൊന്ന് പരീക്ഷിക്കണ്ടേ എനിക്ക്? കുട്ടികളാണെന്നൊക്കെ അറിയണ്ടേ? അല്ലേ? എല്ലാരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഞാൻ ചൂരലായിട്ട് വരണോ? അല്ലേ? വേണം മാം. പക്ഷെ കൺഫ്യൂഷൻ ആണല്ല. എന്താ കൺഫ്യൂഷൻ? നമ്മള് കഴിഞ്ഞ ചാപ്റ്റർ പോർഷൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ.
അതില് നമുക്കൊരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. The ദിസ് book ഈസ് is മൈ mine. ബുക്ക്. ആ ദ ബുക്ക് ഈസ് മൈൻ അതില് ഈ മൈ എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണോ ഒബ്ജക്റ്റീവ് ആണോ? ഒബ്ജക്റ്റീവ് ആണോ എന്നുള്ളത്. ഒബ്ജക്റ്റീവ് ആണോ എന്നൊക്കെ ഒരു സംശയം അല്ലെ. അതെ Yes. അതെ അതെ. അതൊക്കെ തീർത്തിട്ടൊക്കെ നമ്മൾ പോവുള്ളൂ കേട്ടോ അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ മാം. Okay. അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ആ റിഫ്ലെക്സീവിലല്ലേ പ്രശ്നമുള്ളൂ. റിഫ്ലെക്സീവ് റിഫ്ലെക്സീവല്ല മാം. പ്രോനൗൺസ് ഡിവൈഡ് ചെയ്ത് നമ്മളതിലൊരു ഇത് എക്സാമ്പിൾ പഠിച്ചില്ലേ? നോക്കില്ലായിരുന്നു. റിഫ്ലെക്സീവ് വരട്ടെ. ആണോ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്താണ് എംഫാറ്റിക് പ്രോനൗൺ? അതല്ല മാം. ആ പിന്നെ ഇതാണോ ഡെമോൺസ്ട്രേറ്റീവ് ആണോ? പ്രൊനൗൺസ് ടൈപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? പ്രോനൗൺ ഡിവൈഡ് ബൈ 8 ടൈപ്സ്. തേർഡ് പേഴ്സൺ ഉണ്ടല്ലോ. അതില് പേഴ്സണൽ പ്രോനൗണിന് അതില് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ നമ്മൾ പഠിച്ചില്ലേ? അതില് ഒരു എക്സാമ്പിൾ തന്നിരുന്നു. ദ ബുക്ക് ഈസ് മൈൻ. നെക്സ്റ്റ് ദിസ് ഈസ് മൈ ബുക്ക്. അതിൽ ഈ ദിസ് ഈസ് മൈ ബുക്കിലെ മൈ എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണോ ഒബ്ജക്റ്റീവ് ആണോ? ഓ അങ്ങനെ അല്ലേ. അതെ യെസ്. അതെ മാം. അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. എന്ത്? അല്ല കേട്ടോ അഡ്ജക്റ്റീവ് എന്ന് പറയണം കേട്ടോ. അഡ്ജക്റ്റീവ് കേട്ടോ. ഓക്കെ ഓക്കെ മൈ എന്നുള്ളത് അഡ്ജക്റ്റീവ് ഫോം ആണ് കേട്ടോ. ഓക്കെ 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 മാം. ഐ എന്നുള്ളതിന്റെ ഐ എന്നുള്ള പേഴ്സണൽ പ്രോനൗണിന്റെ ഒബ്ജക്റ്റീവ് ഫോം ആണ് മീ. ഓക്കെയോ? ഓക്കെ അതിന്റെ പൊസസീവ് ആയിട്ടുള്ള പൊസിഷൻ തന്നെ പൊസസീവ് ആണ്. ഓണർഷിപ്പ് വരുന്നത് മൈനാണ്. എന്റേത് എന്നുള്ളത് വരും അല്ലെ. ഇനി അഡ്ജക്റ്റീവ് വരുമ്പോൾ മൈ എന്ന് വരും കേട്ടോ. അതല്ലേ ഒരു സംശയം ഉണ്ടായുള്ളൂ. അതെ മാം. ഇനി വേറെ ആർക്കോ സംശയം ഉള്ളത്? ഇതായിരുന്നു ഞങ്ങൾക്കൊരു സംശയം. ഞങ്ങളിത് ചർച്ച ചെയ്തു. ഓക്കെ. അപ്പോ റിഫ്ലെക്സീവ് പ്രോനൗൺ ഞാൻ എടുത്തോ? എടുത്തു മാം. യെസ് മാം. യെസ് മാം. അതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല ഇല്ല അല്ലെ. റിഫ്ലെക്സീവ് ടു എംഫാറ്റിക്കിലേക്ക് വരുമ്പോഴുള്ള സംശയം ഉണ്ടോ? മനസ്സിലായില്ല. റിഫ്ലെക്സീവ് പ്രോനൗണിനെ എംഫാറ്റിക് പ്രോനൗണിലേക്ക് ആക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഇല്ല മാം. ഇല്ല മാം. നോ 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 നോ. ഓക്കെ. ഇനി ഞാനിപ്പോ ധൈര്യമായിട്ട് അടുത്തതിലേക്ക് ഡെമോൺസ്ട്രേറ്റീവ് ഞാൻ പഠിപ്പിച്ചോ? നോ. ഇല്ല. ഡെമോൺസ്ട്രേറ്റീവ് ഞാൻ പഠിപ്പിച്ചിട്ടില്ല അല്ലെ. ഇല്ല. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ പഠിപ്പിക്കാം. അടുത്ത നമ്മള് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. എന്താ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അല്ലെ. വിവരിക്കുക എന്നുള്ളതാണ്. അല്ല വിവരിക്കുകയല്ല. നമ്മള് ഈ എന്താണ് ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ നമ്മള് എന്താണ് ചില ഡ്രസ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും പ്രകടനം. അതാ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യാ നമുക്കതിനെ കാണിക്കുക എന്നുള്ളതാണ് അല്ലെ. അതിന് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അതിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യാം, നമ്മൾക്ക് കാണുന്ന വിധത്തിൽ അതിനെ എങ്ങനെയാണോ നമ്മൾ അതിനെ ചെയ്യുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാം അതിനൊന്ന് കാണിക്കുക. നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യാം എന്നാണ് ആ അതിന്റെ പ്രതീകം നമ്മളെ കാണിക്കുക എന്നുള്ളതാണ് ഈ ഡെമോൺസ്ട്രേഷന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. മനസ്സിലായോ? അതേപോലെ ഇവിടെ എന്താണ് ഇംഗ്ലീഷ് ഷോ നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യല് അല്ലെ. അതാണ് ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ അല്ലെ. ഒരു ഐഡന്റിഫിക്കേഷൻ ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഐഡന്റിഫിക്കേഷന് ടു ഷോ ഓർ ഐഡന്റിഫൈ one or a number of nouns. അല്ലേ? ടു ഷോ അല്ലേ. ടു ഷോ എന്ന് വെച്ചാൽ കാണിക്കുക. അതാണ് ഡെമോൺസ്ട്രേഷന്റെ പ്രധാന ഉദ്ദേശം. എന്താണ്? കാണിക്കുക എന്നുള്ളത് അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെ.
അതിന് എങ്ങനെയുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? വൺ ഓർ എ നമ്പർ ഓഫ് നൗൺസ് അല്ലെ, ഒന്നോ അതിൽ കൂടുതലോ വരുന്ന നൗൺസിനെ ഓക്കെ പറഞ്ഞോളൂ. എന്തായി മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒന്നോ അതിൽ കൂടുതലോ ഉള്ള നൗൺസിനെ ഐഡന്റിഫൈ ചെയ്യും. നൗൺസിനെ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ടു ഷോ അല്ലെ, കാണിക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുകയോ ചെയ്യുക. ഐഡന്റിഫൈ ദാറ്റ് മേ ബി എങ്ങനെ ഇരിക്കുള്ളൂ, അത് ഒരു പക്ഷെ എന്തായിരിക്കുള്ളൂ, ദാറ്റ് മേ ബി ഇതിന്റെ മോഡൽ എഴുതിന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരും കേട്ടോ. ദാറ്റ് മേ ബി ഫാർ ഓർ നിയർ അല്ലെ, ഫാർ ഓർ നിയർ അല്ലെ, അത് ചിലപ്പോ എന്തായിരിക്കുള്ളൂ, ആ വസ്തു ചിലപ്പോ നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യിക്കുന്ന ആ വസ്തു എന്ന് പറയുന്നത് ചിലപ്പോ നമ്മളിൽ നിന്ന് കുറച്ച് അകലെ ആയിരിക്കാം അല്ലെങ്കിൽ അടുത്തായിരിക്കാം. ദാറ്റ് മേ ബി ഫാർ ഓർ നിയർ ഇൻ ഡിസ്റ്റൻസ് ഓർ ടൈം. ഓരോ ഡിസ്റ്റൻസിനനുസരിച്ചോ ടൈമിനനുസരിച്ചോ അത് ഇറ്റ് മേ ബി ഫാർ ഓർ നിയർ. ഓക്കെ ഓക്കെ ആയോ? ആ എക്സ്പ്ലനേഷൻ മനസ്സിലായോ? ദൂരെയുള്ളതോ അല്ലെങ്കിൽ അടുത്തുള്ളതോ ആയ ഉള്ളതോ അല്ലെങ്കിൽ അല്ലെ, ദൂരെ മൈക്ക് എപ്പോഴും മ്യൂട്ട് ആയിരിക്കണം. ഞാൻ വിളിക്കുന്ന ആൾ മാത്രമേ റെസ്പോണ്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോ എന്താണ്, ദൂരെയുള്ളതോ അല്ലെങ്കിൽ അടുത്തായിട്ടുള്ളതായിട്ടുള്ള വസ്തുക്കളെ ഐഡന്റിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ കാണിക്കുകയോ ചെയ്യുക. എന്തിന്റെ അടിസ്ഥാനത്തില്? അക്കോർഡിംഗ് ടു എ നമ്പർ ഓഫ് നൗൺസ് അല്ലെ, നൗൺസ് ഓർ പ്രോനൗൺസ് അല്ലെ, നൗൺസ് അല്ലെങ്കിൽ പ്രോനൗൺസിന്റെ അടിസ്ഥാനത്തില് അതിനെന്ത് ചെയ്യുക, ടു ഷോ ഓർ ഐഡന്റിഫൈ. ദാറ്റ് ഈസ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ in foreign number അല്ലെ. This demonstrative pronoun in foreign number, four types are in demonstrative pronouns in four types. First is if the object is near, you can use this, and it's plural these. And if the object is far, you can use it that, and if it is plural form, then you can use those. Okay. Sumaya, okay ayo Sumaya? Sumaya, Ashim? മാഡം നിയർ ഓർ ഫാർ കഴിഞ്ഞെന്ന് പറയാമോ? എഴുതാൻ പറ്റിയില്ല. Near or നിയർ ഓർ ഫാർ കഴിഞ്ഞ് ബാക്കി ഒന്ന് പറയുമോ? near or far in distance or time. Near or far in distance of time. ഞാൻ നോട്ട് തരും, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പൊ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതായത് നിങ്ങൾ വിശദമായിട്ട് ഇപ്പൊ എഴുതണ്ട കേട്ടോ. ഞാൻ എന്തായാലും തരുമല്ലോ നോട്ട്. ഓക്കെ. അപ്പോ this demonstrative pronouns are in form type. First is it's a singular form. You can use these and these, and if the objects are in plural form, you can use that and those. If the object is far, according to the far and near. മനസ്സിലായോ? സ്വരാജിന് മനസ്സിലായോ? യെസ് മാം. ശ്രീജയാണ് സ്വരാജൻ പറഞ്ഞ ശ്രീജയാണ് മിണ്ടിയത് കേട്ടോ. ഇപ്പോ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യില്, നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ. ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അടുത്തായിട്ടുണ്ടെങ്കിൽ, അടുത്തായിട്ട് അല്ലെ, ഈ നിയർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? ഒരു ബുക്കേ ഉള്ളൂ അല്ലെ, അപ്പൊ എന്ത് പറയണം? എന്താണ്? ബുക്ക് അല്ലെ. ഇനി അടുത്ത് തന്നെ നിങ്ങൾ ഒരുപാട് ബുക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തെന്ന് പറയണം?
That is the book. ഇവിടെ ഉണ്ട് അല്ലെ? അപ്പൊ എന്ത് പറയണം നിങ്ങള്? These These are books. these are books. these are books. എന്നാൽ if the subject is far in place, then you can, if the subject is this book is far in place, you can That is a book. That is say പറഞ്ഞോളൂ മോളെ പറഞ്ഞോളൂ. That that is a book. that is a book if singular. And in a distance, with far distance, you can see so many books are here. Then you can use it as Those are Those are books. Okay. Okay ആയോ? ഇനി ആർക്കെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. സംശയം ഉണ്ടോ? ആർക്കും സംശയമില്ല അല്ലേ? നമ്മള് ഒരു വസ്തുവിനെ അകലെ വെച്ചാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യാം? നമ്മള് എന്തെന്ന് പറയും? That, those. അത് അല്ലേ? അത് അവ എന്നൊക്കെയാണ് നമ്മൾ പറയുള്ളൂ അല്ലെ? നമ്മൾ അടുത്ത് വെച്ചാണ് ആ വസ്തുവിനെ കാണുന്നെങ്കിൽ ഇതെന്നും ഇവ എന്നും നമ്മള് സൂചിപ്പിക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത് ആ കാറ്റഗറിയിൽ. അപ്പൊ നമ്മുടെ അടുത്ത് എത്ര വസ്തുക്കൾ എന്താണോ ഇരിക്കുന്നത് അതിനനുസരിച്ചായിട്ട് അതിന്റെ ദൂരവും അതിന്റെ ആ ദൂരത്തിനനുസരിച്ചായിരിക്കും എന്ത് വരുന്നത് ആ ബുക്കിനെ നമ്മൾ എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെന്ന് വിവരിക്കുന്നത്. ഓക്കെ. ഇനി കുറെ പൂക്കൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക അല്ലെ? നമ്മുടെ കയ്യില് ഒരുപാട് പൂക്കള് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കൂ അല്ലെ? അപ്പൊ എന്തു പറയണം? നമ്മുടെ കയ്യിലുണ്ട് ഒരുപാട് പൂക്കള് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? These are flowers. These are flowers. These are flowers അല്ലെ? These are flowers അല്ലെ? ഇനി ഒരു ചെടിയില് കുറെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നു. നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയണം? Those are flowers. Those are flowers. Those are flowers. ഇപ്പൊ മനസ്സിലായോ? Yes, ma'am. ഇപ്പൊ കാര്യം പിടികിട്ടിയല്ലോ? മനസ്സിലായോ? ഇനി അടുത്തതിലേക്ക് പോണി. ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ? സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഡൗട്ട് ചോദിക്കാം. യു ക്യാൻ ആസ്ക് മീ ദ ഡൗട്ട്സ് ത്രൂ ദ മെസ്സേജസ്. മാം ആ പൂക്കള് എക്സാമ്പിൾ ആക്കി പറഞ്ഞില്ല, അതൊന്നും കൂടെ പറയാവോ? പറയാം അല്ലെ? നമ്മുടെ കയ്യിലാണ് അല്ലെ? നമ്മുടെ കയ്യിലാണ് ആ പൂക്കൾ ഉള്ളതെങ്കിൽ, നമ്മുടെ കയ്യിൽ പൂക്കൾ ഇരിക്കുമെന്ന് മിസ്ബ എന്ന് വിചാരിക്കാം. മിസ്ബയുടെ കയ്യിൽ കുറെ പൂക്കളുണ്ടെന്ന് വിചാരിക്കും, കയ്യിലിരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ മിസ്ബ എന്താ പറയേണ്ടത്? നമ്മൾ പ്ലൂറൽ ഫോം ഉപയോഗിക്കണം. അപ്പൊ ഒരുപാട് പൂക്കളുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്ലൂറൽ ഫോം ഉപയോഗിക്കണ്ടേ? അപ്പൊ ദിസ് എന്നുള്ളതിന്റെ പ്ലൂറൽ ഫോം ഏതാണ്? ദീസ് ആണ് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എന്താ ദീസ് ആർ ഫ്ലവേഴ്സ് എന്ന് ചേർത്തത്. മനസ്സിലായി? ഒരു പൂവാണ് മിസ്ബ പിടിക്കുന്നതെങ്കിലോ ദിസ് ഈസ് എ ഫ്ലവറിന് മിസ്ബ പറയേണ്ടി വരും അല്ലെ? ഇനി മിസ്ബയുടെ വീട്ടിലെ റോസാ ചെടിയിൽ ഒരു പൂ ഉണ്ടായിരിക്കുന്നു അല്ലെ? ഒരുപാട് പൂക്കൾ ഉണ്ടായിരിക്കുന്നു. മിസ്ബയുടെ വീടിനകത്ത് നിന്നുകൊണ്ട് അതാണ് ഞങ്ങളുടെ റോസാ ചെടി, അതിലെ പൂക്കൾ എന്ന് പറയുമ്പോൾ എന്തെന്ന് മിസ്ബ പറയേണ്ടി വരും? Those are flowers. കേട്ടാ, അല്പം ദൂരെ മാറി നിന്നിട്ടാണ് പറയുന്നതെങ്കിൽ ദോസ് ആർ ഫ്ലവേഴ്സ് എന്ന് അല്ലെ? നമ്മുടെ തൊട്ടടുത്ത് നിന്നിട്ടാണ് ആ പൂക്കളെ ഒന്ന് പറയുന്നതെങ്കിലോ ആരെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കുന്നെങ്കിലോ these are flowers. കേട്ടോ, that is a flower കേട്ടോ. ഓക്കെ, സിംഗുലർ ഫോമിലാണ് നമ്മൾ ദാറ്റ് ഉപയോഗിക്കുക കേട്ടോ. പ്ലൂറൽ ഫോമില് ദോസ് ഉപയോഗിക്കും കേട്ടോ.
അത് മനസ്സിലാക്കാൻ മതി. വേറെ കാര്യങ്ങളൊന്നുമില്ല. അതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ്. നമ്മൾ നേരത്തെ ഡെമോൺസ്ട്രേറ്റീവ് ആണ് പഠിച്ചത്. ഇനി പഠിക്കാൻ ഡിസ്ട്രിബ്യൂട്ടീവ് ആൻഡ് ഇൻഡെഫിനിറ്റ്. ഇൻഡെഫിനിറ്റ് എന്ന് പറയുമ്പോ എന്താണ് അല്ലെ? ഡെഫിനിറ്റ് ഇല്ല അല്ലെ, നമുക്ക് ഒരു തീർച്ചയില്ല. അതാണ് ഒരു ഒരു സെർട്ടേണിറ്റി നമുക്ക് അവിടെ തരാനായിട്ട് അതിന് പറ്റില്ല. ആ ഒരു സെന്റൻസിൽ നിന്ന് നമുക്ക് ഒരു സെർട്ടേണിറ്റി കിട്ടില്ല അല്ലെ. എന്താണെന്നോ ഏതാണെന്നോ അങ്ങനെയുള്ള ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് കിട്ടാത്തതാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗണിൽ വരുന്നത്. A pronoun which does not have a specific familiar referent അല്ലെ, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫെമിലിയർ റെഫറന്റ് അവിടെ തന്നിട്ടുണ്ടായിരിക്കില്ല അല്ലെ. ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കുക അല്ലെ. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. I saw someone അല്ലെ. ഇവിടെ എന്താ പറയുന്നത്? ഞാൻ ആരെയോ കണ്ടു അല്ലെ. ആരെ കണ്ടു? പ്രത്യേക ഫെമിലിയർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ ഇവിടെ? ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പോ വിച്ച് ഡസ് നോട്ട് ഗിവ് എ സ്പെസിഫിക് റെഫറൻസ് അല്ലെ. സ്പെസിഫിക് റെഫറൻസ് ഇൻ ദാറ്റ് ഫെമിലിയർ റെഫറൻസ് അല്ലെ. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫെമിലിയർ റെഫറൻസും ഇവിടെ നമുക്ക് ആവശ്യമുള്ളതൊന്നും ഇവിടെ തന്നിട്ടില്ല അല്ലെ. വി ഹാവ് നെസസറി സം റെഫറൻസ് അല്ലെ, സം ഫെമിലിയർ റെഫറൻസ് ടു ഐഡന്റിഫൈ ഹു ഇസ് ദാറ്റ് പേഴ്സൺ, വിച്ച് പ്ലേസ് ഇസ് ദാറ്റ് എന്നൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യണം? നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഇവിടെ എന്തില്ല? അതിനുള്ള ദർ ഇസ് നോ പോസിബിലിറ്റി ടു റെക്കഗ്നൈസ് ഹു ഇസ് ഹിയർ അല്ലെ. ഇവിടെ ആരാണെന്നും what is happening there അല്ലെ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നും നമുക്ക് അതിനുള്ള ആൻസർ കിട്ടുന്നുണ്ടോ? We didn't get such type of answers from this sentence അല്ലെ. ഇങ്ങനെയുള്ള ഒരു ആൻസർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? Have you got any answer from this sentence? ഇല്ല അല്ലെ. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സംഭവമേ കിട്ടുന്നില്ല അല്ലെ. I called somebody. ഇവിടെ എന്താണ് പറയുന്നത്? എന്താണ് സുമയ്യ പറയുന്നത്? സുനീറ എന്താ പറഞ്ഞത്? സുനീറ വായിക്കൂ. വായിച്ചോളൂ. സുനീറ, you read it. You read it, that example. Sunira, can you hear me? Sunira? Sunira? Can you read that sentence? മനസ്സിലായില്ല. സുനീറ, ഞാൻ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ വായിക്കൂ. Called somebody. I called somebody. ഈ somebody എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മീനിങ് എന്താ? somebodyയുടെ Somebody എന്ന് പറയുമ്പോ ഞാൻ ആരെയൊക്കെ വിളിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. ഈ ആരെയോ നമുക്ക് എന്താണ്? we didn't get correct answer അല്ലെ. നമുക്ക് എന്താണ്? നമുക്ക് നീ ആരെ വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവൻ ആരെയാ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നീനു? ഇല്ല, അവിടെ ആരും ക്ലിയർ ആയി പറഞ്ഞില്ല. കിട്ടുന്നില്ല അല്ലെ. ഇവിടെ നീനോടെ പോയി. അവിടെ ഉണ്ട് അല്ലെ. അപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അവിടെ നിന്ന് കിട്ടുന്നില്ല അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അത്തരത്തിലുള്ള പ്രോനൗൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോ എന്താണ്? എവരിത്തിങ്, അതിൽ വേണമെങ്കിൽ നമുക്ക് എവരിത്തിങ് എന്നും, ഓൾ, ഈച്ച്, നൺ, ഇനഫ്,
no one. ഇതൊക്കെ നമുക്ക് എന്തിൽ ചേർക്കാനായിട്ട് സാധിക്കും? ഇൻഡെഫിനിറ്റ് പ്രോനൗണില് ആ പ്രോനൗണിന്റെ സെന്റൻസില് വരുന്ന വാക്കുകളാണ് ഇതൊക്കെ കേട്ടോ. ഇനി ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് 16 ടൈപ്പാണ് ഉള്ളത്. 16 ടൈപ്പ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആർ ഹിയർ. ആ 16 ടൈപ്പ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയുന്നത് സം അല്ലെ, പ്രധാനപ്പെട്ടത് സം വെച്ചൊക്കെയാണ് അല്ലെ. സം, എനി, no one, no, every അല്ലെ. ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ 16 ടൈപ്പ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സം വെച്ചാണെങ്കിൽ someone. അപ്പൊ എനി വെച്ച് എന്ത് വരും? എനി വെച്ച് എന്ത് വരും? എനിവൺ അല്ലെ. someone, anyone. നോ വെച്ച് അപ്പൊ എന്ത് വരും? nobody, നോബഡിയൊക്കെ വരും. ഇപ്പൊ ഞാൻ കൊടുത്തിട്ടില്ലേ ഇവിടെ ഞാൻ കൊടുത്തേക്കണ ഗൗരി എസ് എൻ. ഗൗരി കേൾക്കുന്നില്ലല്ലോ. ഗൗരി ഗൗരി നോ വെച്ചാണെങ്കിൽ എന്ത് വരും? പറയൂ ഗൗരി. നോബഡി ആണോ? നോബഡി വരും, ഇല്ല എന്ന് പറയണില്ല കേട്ടോ. ഇപ്പൊ എനിവൺ എഴുതി. ഇനി നമുക്ക് എന്ത് എഴുതാം? no one, ഇനി എവരി വെച്ച് എന്ത് എഴുതാം? എവരിവൺ. ഇനി സംബഡി അല്ലെ. സംബഡി വെച്ച് എനിബഡി. സംശയം വേണ്ട, പറഞ്ഞോളൂ. nobody, everybody. ഇനി അടുത്തത് someone, somebody, something. something പറഞ്ഞോളൂ. anything, nothing, everything, nothing, everything അല്ലെ. somewhere, anywhere, anywhere, everywhere, nowhere അല്ലെ. everywhere. മനസ്സിലായോ? ഇങ്ങനെ 16 ടൈപ്പില്ലേന്നൊന്ന് നോക്കി എല്ലാവരും. ഉണ്ടോ? 16 type indefinite pronouns are here with some, any, no, Yes, ma'am. അല്ലേ. ഇതൊക്കെ വെച്ചു അല്ലെ. ഈ someone എന്ന് വെച്ചാൽ എന്താ? someone ആരോ അല്ലെ. somebody എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ് അർത്ഥം? ആരോ എന്ന് തന്നെയാണ് അർത്ഥം അല്ലെ. അപ്പോ I called somebody എന്ന് പറയുന്നതും I called someone എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരേ മീനിങ് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ജൂബി വർഗീസെ ഈ സംബഡിയോ സമ്മൺ വെച്ചിട്ടോ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞേ. ജൂബി വർഗീസിന്റെ മനസ്സിൽ വരുന്നത്. somebody should take the lead on this project. Somebody should take the lead on the lead on this project. Somebody should take lead on this project. ആരെങ്കിലൊക്കെ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കണം എന്നുള്ളതാണ് അല്ലെ. ഓക്കെ. ഇനി സമ്മൺ വെച്ചാലും നമുക്ക് യൂസ് ചെയ്തുകൂടെ അത് ജൂബി? ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഒന്ന് പറയാ, സമ്മൺ ആയാലും സംബടി ആയാലും എന്ത് തന്നെയാ കിട്ടുന്നത്? ഒരേ മീനിങ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. ഇനി സംതിങ് എന്താ? സംതിങ് ഹാപ്പനിങ് അല്ലേ. എന്തൊക്കെയോ ഒന്ന് അല്ലെ, എന്തോ ഒന്ന് എന്നുള്ള രീതിയില് സംതിങ് ഉപയോഗിക്കാം അല്ലെ. ഇനി സംവെയർ എന്താ? എവിടെയോ. I can't go somewhere അല്ലെ.
എനിക്ക് എവിടെയെങ്കിലൊക്കെ പോണം എന്നൊക്കെ പറയൂലേ? ആ ഐ വാണ്ട് ഗോ അല്ലെ? നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ തോന്നും എവിടെയെങ്കിലൊക്കെ പോയാലോ എന്നൊക്കെ തോന്നും അല്ലെ? ആ അപ്പൊ അതാണ് ഐ വാണ്ട് ഗോ സംവെയർ. ഇനി എനിവൺ എനിബഡി എന്തെങ്കിലും സെയിം മീനിങ് തന്നെയാ എനിബഡി ഈ എനിവൺ എന്നൊക്കെ പറയുന്നത് അല്ലെ? ഡിഡ് യു ഗോ എന്താണ് ഹാസ് എനിവൺ കോൾ മീ അല്ലെ? ആരെങ്കിലും വിളിച്ചോ? ഹാസ് എനിവൺ കോൾ മീ, ഹാസ് എനിബഡി കോൾ മീ എന്ന് പറഞ്ഞാലും the same sentence അല്ലെ? സെയിം മീനിങ് അല്ലെ? we will get the same meaning from this when we use anyone and anybody അല്ലെ? anyone-ഓ anybodyയോ അല്ലെ? we can use both അല്ലെ? ഇവര് രണ്ടുപേരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാനായിട്ട് പറ്റും. meaning is same, but we can use anyone and anybody in question to make a question അല്ലെ? ഒരു ക്വസ്റ്റ്യൻ മേക്കിങ്ങിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? എനി വെച്ചിട്ടുള്ള എല്ലാ ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് നമ്മൾ ഉപയോഗിക്കാറെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോ എനിത്തിങ് എന്തെങ്കിലും അല്ലെ? എന്തെങ്കിലുമൊക്കെ അല്ലെ? അത് സംതിങ് എനിത്തിങ് അല്ലെ? ഏതെങ്കിലുമൊക്കെ അല്ലെ? എനിത്തിങ് പ്രോബ്ലം ഹിയർ അല്ലെ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കാം അല്ലെ? ഇനി എനിവേർ എന്താ? ആ ഡിഡ് യു ഗോ എനിവേർ അല്ലെ? നീ എവിടെയെങ്കിലും ഒക്കെ പോയോ എന്ന് ചോദിക്കാം. ഡിഡ് യു ഗോ എനിവേർ എന്ന് ചോദിച്ചൂടെ? നിന്നെ ചോദിക്കാം, ഒരു ചോദിക്കാം അല്ലെ? ആർ യു ഡൂയിങ് എനിത്തിങ് ടുഡേ അല്ലെ? നിങ്ങൾ എന്തെങ്കിലും ഒന്നും ചെയ്തോ എന്ന് ചോദിക്കാം അല്ലെ? എനിത്തിങ് വെച്ചാണെങ്കിൽ ആർ യു ഡൂയിങ് എനിത്തിങ് ടുഡേ? യെസ് ഓർ നോ അല്ലെ? we will get the answer that yes or no അല്ലെ? then did you go anywhere അല്ലെ? നീ ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോയോ എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? പോയെങ്കിൽ പോയും കിട്ടും, പോയില്ലെങ്കിൽ ഇല്ല എന്ന് ആൻസർ കിട്ടുള്ളൂ അല്ലെ? ഇനി no one nobody ആരുമില്ല അല്ലെ? ആരും ഇല്ല, നോബഡി ആരും ഇല്ല അല്ലെ? അപ്പൊ ചോദിക്കാം അല്ലെ? എന്ത് ചോദിക്കാം? നിമിഷ nobody is here അല്ലെ? ഇവിടെ ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞൂടെ നിമിഷേ? അല്ലെങ്കിൽ no one here അല്ലെ? no one is here അല്ലെ? ഇവിടെ ആരും ഇല്ല അല്ലെ? ഇവിടെ ആരും തന്നെ ഇല്ല. നത്തിങ് എന്താണ്? ഒന്നുമില്ല. ഒന്നുമില്ല അല്ലെ? അപ്പൊ ചോദിക്കുകയാണ് എന്താണ് നമ്മള് ആർ യു ഡൂയിങ് എനിത്തിങ് ടുഡേ ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് പറയാം? ഒന്നുമില്ല അല്ലെ? നത്തിങ്. പറയാം നോവയ എവിടെയില്ല. എവിടെയില്ല. ഐ വാണ്ട് ഗോ നോവയ അല്ലെ? ഞാൻ പോകുന്നില്ല, ഒരു ട്രിത്തും പോകുന്നില്ല എന്നുള്ള അർത്ഥം കിട്ടും കേട്ടോ. ഈ എവരിവെയർ ആയാലും എന്താണ്, എവരി വൺ ആയാലും എവരിബഡി ആയാലും എന്താണ്, എല്ലാവരും എന്നുള്ള ഒരു മീനിങ് ആണ് കിട്ടുള്ളൂ ഓരോരുത്തരും അല്ലെ? എന്നുള്ള മീനിങ്. എവരിത്തിങ് എല്ലാം അല്ലെ? പിന്നെ എവരിവെയർ എന്ന് വെച്ചാൽ എല്ലായിടത്തും അല്ലെ? ആ ഒരു മീനിങ്ങിലാണ് വരുന്നത്. അപ്പോ ക്വസ്റ്റ്യൻ മേക്കിങ്ങില് ഏതാണ് നമ്മൾ ഉപയോഗിക്കാറ്? കേട്ടോ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായെങ്കില് തമ്പിടുക, ഇല്ല എങ്കിൽ ഓക്കെ. ഞാൻ ഈ പറഞ്ഞത് 16 ടൈപ്പ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും പ്രത്യേകമായ ഒരു നിശ്ചിതമായ ഒരു കണക്കോ കാര്യമൊന്നും ഇല്ല കേട്ടോ അതിന്. അപ്പൊ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. പക്ഷെ നമുക്ക് നിലവിൽ അറിയാവുന്ന
എന്താണ് 16 ടൈപ്പ് ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ് ആണ് ഞാനിപ്പോ പറഞ്ഞു തരുന്നത്. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ്. ഡിസ്ട്രിബ്യൂട്ടീവില് ഒരു കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവില് സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഈച്ച്, എവരി, either, neither. ഈച്ച്, എവരി, either, neither. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണില് ഉപയോഗിക്കുന്നത്. അപ്പോ വൺ ഓഫ് എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓർ ഈച്ച് ഓഫ് എ ഗ്രൂപ്പ്, ഇതെല്ലാം സെപ്പറേറ്റ് ആക്കി ഇതിനെ ഡിനോട്ട് ചെയ്യുക, അല്ലെ, ഒരു ഗ്രൂപ്പ് ആക്കി ഡിനോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിന്റെ പ്രധാന ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോ വൺ ഓഫ് എ ഗ്രൂപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഈച്ച് ഓഫ് എ ഗ്രൂപ്പ്, അല്ലെ. വൺ ഓഫ് എ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? എന്താണ് അർത്ഥമാക്കുന്നത് ജോഫിൻ? ജോഫിനൊക്കെ എന്താ മിണ്ടാത്ത, എന്താ വിളിക്കുന്ന ആൾക്കാർ എന്താ ഒന്ന് പ്രതികരിക്കാത്ത? ജോഫിൻ, യു കം ഫാസ്റ്റ്. ലിൻഷ മൻസൂർ. യെസ് മാം. പറഞ്ഞോളൂ മോളെ. വൺ ഓഫ് എ ഗ്രൂപ്പ് എന്ന് വെച്ചാ അതിലൊരു ഗ്രൂപ്പ്, കുറെ വൺ ഓഫ് എ ഗ്രൂപ്പ്, അല്ലെ. അല്ലെങ്കിൽ ഈച്ച് ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോ എന്തായിരിക്കുള്ളൂ? ഓരോരോ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് ഓരോ ഗ്രൂപ്പിലാക്കി അതിനെ മാറ്റുക എന്നുള്ളതാണ് എന്തിന്റെ പ്രധാന ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ വിളിച്ചിട്ട് ഓരോരുത്തർ വിളി കേൾക്കാത്തത് ഇനി റേഞ്ചിന്റെ വല്ല പ്രോബ്ലം ഉണ്ടോ അവിടെ? ചിലർക്ക് റേഞ്ച് പ്രോബ്ലംസ്. മഴയുണ്ടോ അവിടെ? റേഞ്ച് പ്രോബ്ലം ഇല്ല, മഴയുണ്ട്. മഴയുണ്ട്. റേഞ്ച് പ്രോബ്ലം ആർക്കൊക്കെ ഉണ്ട് അവിടെ? നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ടോ? മെസ്സേജ് ഇടൂ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. ഞാൻ വിളിക്കുമ്പോ ചിലപ്പോ എന്താണ് കേൾക്കാൻ പറ്റാതിരിക്കും, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ എനിക്കിവിടെ സൗണ്ട് ഇവിടെ കേൾക്കാൻ പറ്റില്ല, ചിലപ്പോ നിങ്ങളോ ചെയ്തിട്ടുണ്ടാവും, അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണ് അതൊക്കെ. അപ്പൊ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എന്നോട് പറയാം അത്, അല്ലെ. ഓരോരുത്തരെ വിളിക്കുമ്പോ അവര് നമ്മളോട് റെസ്പോണ്ട് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ, റെസ്പോണ്ട് ചെയ്തിരിക്കണം വിളിക്കുമ്പോ. നിങ്ങൾക്ക് അറിയാനുണ്ടോ, നിങ്ങൾ ഇതൊക്കെ മനസ്സിലായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിക്കണത്. വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ നമ്മള്. വെറുതെ ഞാൻ കുറെ വേണമെങ്കിൽ ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പോകാം. പക്ഷെ നിങ്ങൾക്കും കൂടി മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരെയും വിളിച്ചോണ്ടിരിക്കണേ ഇങ്ങനെ. ഇലക്ട്രിസിറ്റി ഫെയിലിയർ ആണ്. ഓക്കെ, അല്ലെ. അപ്പൊ നിങ്ങളും കൂടെ എന്നോട് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ എല്ലാവരും വിളിക്കുമ്പോ. പിന്നെ എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കണം. അൺമ്യൂട്ട് ചെയ്യേണ്ടത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ട ടൈം പറയാം, അപ്പൊ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. അതായത് ഞാൻ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാമല്ലോ. ഓക്കെ അല്ലേ എല്ലാവരും? എല്ലാവരും എന്താ ആഹാരമൊക്കെ കഴിച്ചില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ? ലിതയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എല്ലാവരും ഇങ്ങനെ എന്താണ് ഒരു എനർജറ്റിക് അല്ലാത്ത പോലെ ഇരിക്കുന്നത് പോലെ തോന്നി. എന്താണ് സരിത കഴിച്ചു? കഴിച്ചില്ല? സരിതേ
ഭക്ഷണം കഴിച്ചില്ലേന്ന് ചെറുത് പോയി അല്ലെ? ഭക്ഷണം കഴിക്കാതിരിക്കരുത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബ്രെയിൻ ഫുഡാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ഫുഡ് അത് നിങ്ങൾക്ക് അത് ഇപ്പോഴല്ല പ്രശ്നം തോന്നുക, ഒരുപാട് സമയങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കുള്ളൂ. ആഫ്റ്റർ 45+ ഇരിക്കുള്ളൂ അതിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് വരിക. ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുക്കണ്ടേ, അവരെയൊക്കെ ഒരു നിലയിൽ എത്തിക്കേണ്ടതല്ലേ. അപ്പൊ നമ്മള് നമ്മുടെ കാര്യം, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ കറക്റ്റ് ആക്കാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ എല്ലാവരും തമ്മിടും. ഇവിടെ ഇരിക്കണുണ്ടാവും ചിലവര്, എനിക്കറിയാം എല്ലാവരെയൊക്കെ. ഒരുപാട് പേരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയൊക്കെ ഇരിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും വേണ്ട, അവരവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരത്തെ കഴിക്കാം. അറിയാം കുട്ടികളെ കൊണ്ടുപോകണം, നമുക്കറിയാം കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നൊക്കെ എല്ലാം അറിയാം. പക്ഷെ എന്നാലും നമ്മളല്ലേ നമ്മൾക്കുള്ളൂ, അതുകൊണ്ടാ പറഞ്ഞത്. വേറെ ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ. ഓക്കെ സ്വരാജ് പറയാമല്ലോ. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ സ്വരാജ്. ഏത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ കേട്ടോ, തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതാണോ പറയേണ്ടത് സ്വരാജ്? ഓക്കെ ഓക്കെ. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണില് ഒന്നോ അതിൽ എന്താണ് വൺ ഓഫ് എ ഗ്രൂപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഈച്ച് ഓഫ് എ ഗ്രൂപ്പ് ആയിട്ടോ അല്ലെ. ഇപ്പൊ എന്താണ് ഒരു ഗ്രൂപ്പിൽ എന്താണ് ഒന്നോ രണ്ടോ ഗ്രൂപ്പ് ഒക്കെ ആയിട്ടൊക്കെ തിരിക്കുക അല്ലെ. ഒരു ഗ്രൂപ്പോ രണ്ട് ഗ്രൂപ്പോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിക്കൂലേ ഓരോ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ തരം തിരിച്ചത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ, ഇന്ന കാര്യങ്ങൾ ഓരോരുത്തർക്കായിട്ട് വിതരണം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈച്ച് എന്നത് അതിലൊന്ന് ഒരു ഇതാണ് ഈച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 or more person, രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികളോ അല്ലെങ്കിൽ വസ്തുക്കളോ ആയിക്കോട്ടെ അല്ലെ, അതിനൊക്കെ എന്ത് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുക്കുന്നു. അതാണ് അല്ലെ, രണ്ടോ അതിൽ കൂടുതൽ വരുന്ന വ്യക്തികൾ എന്നാണ് ഓരോന്നായിട്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈച്ച് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോ എങ്ങനെയാണ് പറയുന്നത്? ഈച്ച് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോ each of സ്റ്റുഡൻസ് എന്ന് പറയുമ്പോ ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോരുത്തരെയും അല്ലെ. അപ്പൊ ഓരോ കുട്ടികളെയും ഇപ്പൊ ഒന്നാമത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി, നാലാമത്തെ കുട്ടി, അങ്ങനെ ഓരോരോ കുട്ടികളെയും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഈച്ചില് ഉപയോഗിക്കും. മനസ്സിലായോ? അപ്പോ ഓരോ കുട്ടികളെയും അതില് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും എന്നാണ് അർത്ഥം. അവരുടെ പേരുകളൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഓരോ കുട്ടികളെയും അതിൽ എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും? ആ ഈച്ച് എന്ന വേർഡില് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. കാര്യം മനസ്സിലായോ? ഇത്രയും കുട്ടികൾ ഉണ്ടെങ്കിലും ഈ എല്ലാ കുട്ടികളെയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം, ഏത് വേർഡ് റെപ്രസെന്റ് ചെയ്യാം? ഈച്ച് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോ ഓരോ അല്ലെ, ഓരോ കുട്ടികളും എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ ആയല്ലോ? ഇനി എവരി ആണെങ്കിലോ മോർ ദാൻ 2 persons are taken collectively ആണ് അല്ലെ. മറ്റത് ടേക്കൺ 1 by 1 ആണെങ്കിൽ ഈച്ച് എന്ന് പറയുന്നത് ഓരോന്ന് എന്ത് ചെയ്യുന്നു, ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നു, ടേക്കൺ by 1 ആയിട്ട് എടുക്കുന്നു. പക്ഷെ എവരി എന്ന് പറയുന്നത് ടേക്കൺ കളക്റ്റീവ്ലി ആണ് അല്ലെ, ഒരുമിച്ചെടുക്കുന്നു കളക്റ്റീവ്ലി അല്ലെ. എവരി എല്ലാവരെയും ഇപ്പൊ നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത എന്താണ് ആ 4 സ്റ്റുഡൻസിനെയും 1 2 3 4 സ്റ്റുഡൻസ് അല്ലെ, ഈ 4 സ്റ്റുഡൻസിനെ ഒരുമിച്ചാക്കിയാണ് എന്ത് ചെയ്യുന്നത്, ആരെയുന്നത്, എവരി അല്ലെ, എല്ലാവരും എന്നുള്ള രീതിയിൽ ഒറ്റ ഇതിലാക്കി തീർക്കുകയാണത് ചെയ്യുന്നത്. അപ്പോ ഒന്നോ അതിൽ കൂടുതലോ ആയിക്കോട്ടെ, പേഴ്സൺസോ വസ്തുക്കളോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ ഇവരെല്ലാം കളക്റ്റീവ്ലി ഒരുമിച്ചെടുക്കുന്നു. ഇനി എയ്തർ എന്ന് ഉപയോഗിക്കുമ്പോൾ
Either it means one or എന്താണ് or the other two persons or things അല്ലെ. ഒന്നോ രണ്ടോ, ഒന്നല്ലെങ്കിൽ രണ്ട് പേരുണ്ടാവും. ഒന്നോ എന്താണ് അല്ലെങ്കിൽ ഇവര് രണ്ടുപേരിൽ എന്തായിരിക്കുള്ളൂ, ഒന്ന് രണ്ട് അല്ലെ. ഈ രണ്ടുപേരില് ഈ രണ്ട് സ്റ്റുഡൻസില് ചിലപ്പോ എന്തായിരിക്കുള്ളൂ, ഒന്നില്ലെങ്കിൽ ഇയാള് അല്ലെങ്കിൽ അയാൾക്ക്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കുള്ളൂ എന്ത് കിട്ടുന്നത്, പ്രിഫറൻസ് കിട്ടുന്നത്. മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ എന്താണ്, അതായത് രണ്ടിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടിൽ ഒരാൾ എന്ന രീതിയിലായിരിക്കുള്ളൂ എയ്തർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആയോ? മനസ്സിലായോ? എയ്തർ ഒന്നുകൂടെ പറയൂ. എന്താണ് എയ്തർ ഒന്നുകൂടെ പറയൂ. ഒന്നുകൂടി പറയണം കേട്ടോ. അപ്പോ ഈച്ച് എന്ന് പറയുന്നത് എന്താണ്, ഓരോരുത്തരുമാണ്. ഓരോരുത്തരും അല്ലെ, അല്ലെങ്കിൽ ഓരോന്നും എന്ന രീതിയില് ഈച്ചിനെ നമുക്ക് ഉപയോഗിക്കാം. ഓരോന്നും എവര് നമുക്കറിയാലോ, എല്ലാവരും എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. എയ്തർ ആണെങ്കിൽ എന്താണ്, രണ്ടിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടിൽ ഒരാൾ എന്ന രീതിയില് ആരുപയോഗിക്കാം, ഉപയോഗിക്കാം. സരിതാ മ്യൂട്ട് അല്ലെ. രണ്ടിൽ ഒന്ന് എന്ന രീതിയിലോ രണ്ടിൽ ഒരാൾ അല്ലെ, അതാണ് പറഞ്ഞത്. രണ്ടുപേര് നിൽപ്പുണ്ടെങ്കിൽ ഈ രണ്ടുപേരിൽ ഒരാൾക്കായിരിക്കും എന്ത് കൊടുക്കുന്നത്, പ്രിഫറൻസ് കൊടുക്കുന്നത്. ഒന്നാമനാണോ രണ്ടാമനാണോ എന്നുള്ളത് നമ്മളാണത് തീരുമാനിക്കുക. ആർക്ക് പ്രിഫറൻസ് കൊടുക്കണമെന്നുള്ളത് പിന്നീട് നമ്മളാണ് തീരുമാനിക്കുന്നത് അല്ലെ. അതായത് രണ്ടിൽ ഒന്നെന്നും രണ്ടിൽ ഒരാൾ എന്നുമുള്ള ഒരു സൂചനയാണ് ഏതിന്റെ യൂസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഇതിലൊക്കെ എന്താണ് നെയ്തർ എന്ന് പറയുമ്പോൾ എന്താണ്, നോട്ട് ദ വൺ ഓർ അതർ ടു പേഴ്സൺസ് ഓർ തിങ്സ് അല്ലെ. അതായത് നോട്ട് എനി വൺ ഓഫ് ദി ടു അല്ലെ. ഈ രണ്ടു പേരിലും ആരുമില്ല എന്നർത്ഥത്തിൽ അല്ലെ, ആരുമില്ല എന്നർത്ഥത്തിലാണ് എന്തുപയോഗിക്കുന്നത്, നോട്ട് എനി വൺ ഓഫ് ദി ടു. നോട്ട് എനി വൺ ഓഫ് ദി ടു അല്ലെ, രണ്ടിൽ ആരും തന്നെ ഇല്ല എന്ന അർത്ഥത്തിലാണ് എന്തുപയോഗിക്കാൻ ഇത് ഉപയോഗിക്കുന്നത്. മനീഷ വിശ്വനാഥേ മനസ്സിലായോ? മനസ്സിലായി അല്ലേ? ലിനി മനസ്സിലായി അല്ലേ? ഞാൻ ചോദിക്കോട്ടെ, അപ്പൊ പറഞ്ഞോട്ടെ. എനിക്ക് പറഞ്ഞാ റെഡിയാണ് അല്ലേ? ടീച്ചർ എപ്പോഴും ചോദിച്ചു ഞാൻ പറഞ്ഞു തന്നോളാം അല്ലെ. നിതിന വിജേഷ്. നിതിനെ എവിടെ പോയി? പ്രിൻസി, രണ്ട് പ്രിൻസി ഉണ്ടല്ലോ, പ്രിൻസി ലിജോ, മനസ്സിലാണുണ്ടോ? ഇതൊക്കെ മനസ്സിലായല്ലോ? മനസ്സിലായി മാം. മനസ്സിലായി. ഓക്കെ. അപ്പൊ ഞാൻ എക്സാമ്പിളിലേക്ക് പോകാം കേട്ടോ. സ്റ്റുഡൻസ് വേണ്ട. Each of the buildings surrounded by fence. എന്ന് പറഞ്ഞാല് by fencing, fencing. Okay. By fencing. എന്താണ് ഞാനിവിടെ എഴുതിയത്? Each of the buildings surrounded by fencing അല്ലെ? എന്താണ് അർത്ഥം? നിങ്ങൾ എവിടെ ഉണ്ടോ ഈ ഫെൻസിങ്?
മതില് വെയില് വെയിലിന് തന്നെ ശരിക്കും വെയില് കെട്ടുക എന്നൊക്കെ പറയൂലേ, മതിലിനേക്കാളും ഇതായിട്ടുള്ളത് അതിനെയാണ്. ഈ ബുഷസ് ഒക്കെ വെച്ചിട്ടുള്ള ആ വേലിയാണ് ഈ ഫെൻസിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അല്ലാതെ തന്നെ ഇംഗ്ലീഷായിട്ട് ഒരു ഫെൻസിങ് കണ്ടിട്ടുണ്ടോ? ഒരു പലകയും കൂടെ ഒക്കെ ഉള്ളത്, മരപ്പലക വെച്ചിട്ട് മുളകളൊക്കെ വെച്ചിട്ട്. മുളകളൊക്കെ വെച്ചിട്ട് ഫെൻസ്, അതാണ് ശരിക്കും ഫെൻസിങ് എന്ന് പറയുന്നത് കേട്ടോ. ഈച്ച് ഓഫ് ദ ബിൽഡിംഗ് സറൗണ്ടഡ് ബൈ ഫെൻസിങ് എന്ന് വെച്ചാല് ഓരോ ബിൽഡിങ്ങും അല്ലെ, അവിടെ എത്രയോ 1 or more buildings are there അല്ലെ, 1 or 2 അതിൽ കൂടുതലോ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് അവിടെ അല്ലെ. എന്നാലും ഓരോ ബിൽഡിങ്സും എങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്? സറൗണ്ട് ബൈ ഫെൻസിങ് അല്ലെ. ഓരോന്നിനും എന്തുണ്ട്? വേലിക്കെട്ടുണ്ട് അല്ലെ. അതാണ് ഇവിടെ അർത്ഥമാക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഓരോരുത്തർ ഞാൻ മലയാളത്തിൽ എഴുതാം, ആരെങ്കിലും എനിക്കൊന്നും ഇംഗ്ലീഷിലാക്കി തന്നെ. എന്താണ് പ്രജ്വാളോ? അതാരാ പ്രജ്വാൾ എന്ന് വെച്ചാൽ ആരാ? വരൂ, വേഗം വരൂ. പ്രജ്വാൾ ഇല്ല. ശിവാനി ലീല, ശിവാനി ആരും മിണ്ടലില്ല അല്ലേ? ഇതാരും മിണ്ടാത്തേ? സോളിയ വർഗീസ്, സോളിയൊക്കെ അറിയോങ്കിൽ അറിയോന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാലും യാതൊരു ഇത് കുഴപ്പമില്ല. എനിക്കറിയില്ല ടീച്ചറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നോ പ്രോബ്ലം, ഞങ്ങൾ പറഞ്ഞുതരും. ആര് പറയും? പറഞ്ഞുതരും. എല്ലാവരോടും ഞാൻ എന്താണ് വഴക്കിടേണ്ടി വരും? ഒരൊറ്റാളും മിണ്ടണില്ല. Every student reads well. എവരി സ്റ്റുഡന്റ് റീഡ്സ് വെൽ. ഇത് പറയാൻ അർത്ഥം എല്ലാവരും ഇങ്ങനെ മടിച്ചു വെച്ചത് എവരി സ്റ്റുഡൻസ് റീഡ്സ് വെൽ അല്ലേ? മനസ്സിലായോ? സ്നേഹ മാളൂട്ടി എന്ന് ആരുടെ പേരാ? സ്നേഹേ. റേഞ്ച് പ്രോബ്ലം ഉണ്ടോ ശിവാനി? ഓക്കെ. സ്നേഹ മാളൂട്ടി എവിടെ? സ്നേഹേക്ക രാവിലെ തന്നെ റേഞ്ച് പ്രോബ്ലം ആണ് എല്ലാവർക്കും. ഇപ്പോ ആരുമില്ല കേട്ടോ, ആരെയും വിളിച്ചിട്ട് വിളി കേൾക്കണില്ല. സുനീറെങ്കിലും ഒന്ന് പറയൂ. അല്ലെ? ഈച്ച് സ്റ്റുഡന്റ് റീഡ്സ് വെരി വെൽ അല്ലെ? എല്ലാ കുട്ടികളും നന്നായിട്ട് വായിക്കുന്നുണ്ട് എന്ന്. നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു സുഖമില്ല കേട്ടോ ക്ലാസ് എടുക്കാനായിട്ട്. നിങ്ങളും കൂടി ഒന്ന് എനർജറ്റിക് ആയാലാണ് എനിക്കും കൂടി ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. എല്ലാവരും ഉറങ്ങിയിരിക്കാണോ അവിടെ? No ma'am. പിന്നെ എന്താ ഒന്നും മിണ്ടാത്തേ? എന്തെങ്കിലും പാട്ടൊക്കെ പാടേണ്ടി വരും ഇപ്പോ? എല്ലാവരും ഇങ്ങനെ പാസീവ് അല്ലെ, പാസീവ് ലിസണേഴ്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം, അത്രേ ഉള്ളൂ. എന്താണ് എനർജറ്റിക് ആവാത്തെ? മഴയില്ല മാം, എല്ലാവർക്കും ഉറക്കായിരിക്കും. മഴയായതുകൊണ്ട് പുതച്ച് മൂടി കിടക്കാൻ തോന്നുന്നുണ്ടോ? അല്ലേ? നല്ല മഴ
അല്ലെ? മഴ, കട്ടൻ ചായ, കട്ടൻ ചായ, ജോസഫ് മാഷ് അല്ലെ? അതാണോ ഫീലിംഗ് എല്ലാവരുടെയും? ആണോ? മഴ, കട്ടൻ ചായ, ജോസഫ് മാഷാണോ? അല്ലേ? ഓക്കെ, കൊള്ളാം. മാത്രം എനിക്ക് മാത്രം കട്ടൻ ചായ ഇല്ല, മഴയില്ല, കട്ടൻ ചായ ഇല്ല, ജോസഫ് മാഷും ഇല്ല. ആ ഇതെങ്ങനെ പറയും? ഞങ്ങളിൽ ഒരാൾക്ക് പ്രൈസ് നേടാൻ കഴിയും. ഞങ്ങൾ ഒരാൾക്ക് എന്ന് പറയുമ്പോ എന്ത് വരും? ഈതറോ അല്ലേ? ഈതറോ ഞങ്ങൾ എന്ന് പറയുമ്പോ എന്ത് എന്താണ്? Can win the prize. Can win the prize. ക്യാൻ അല്ലെ? കിട്ടും എന്നാണ് പറഞ്ഞത് അല്ലെ? നേടാൻ കഴിയും അല്ലെ? അല്ലെങ്കിൽ ജയിക്കാൻ കഴിയുമെന്ന് പറയുമ്പോ വിൻ ചെയ്യുക അല്ലെ? നേടാൻ കഴിയുക എന്ന് പറയുമ്പോ എന്താ പറയും? ഗെറ്റ് പ്രൈസ് കേട്ടോ, അല്ലെങ്കിൽ വിൻ പ്രൈസ് എന്ന് എഴുതിക്കോ, നോ പ്രോബ്ലം കേട്ടോ. ഓക്കെയോ? Yes, ma'am. ഓക്കെ, എല്ലാവരും ഉറങ്ങിയിരിക്കണല്ലേ? എനിക്കൊരു ഇൻട്രസ്റ്റും തോന്നുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്റെ എനർജി പോകുന്നു. ഞാൻ നിങ്ങളോട് വഴക്കാവും കേട്ടോ അവസാനം. ഞാൻ ഈ പാട്ടൊക്കെ പറഞ്ഞുതരും. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, തുടച്ചില്ലല്ലോ, എന്നാത്മവിഭജിത തന്ത്രികൾ മീട്ടിയ മോഹനഗാനമൊന്നും കേൾക്കില്ലല്ലോ. നന്നായി പാടുന്നുണ്ടല്ലോ. ഞാൻ പാടണ്ടല്ലോ, കേട്ടില്ലേ? ഒരെനർജി ആയോ? മാം എപ്പോഴും സ്റ്റാർട്ടിങ് പാടിയിട്ട് ക്ലാസ് തുടങ്ങുന്ന നമുക്ക് എടുത്ത് മ്യൂസിക് പാടാം മാഡം. അപ്പം ഡെയിലി മിസ്സിന്റെ ഒരു പാട്ടുകൊണ്ട് തുടങ്ങാം. അപ്പൊ പിന്നെ എല്ലാവരും നല്ലൊരു എനർജി കിട്ടും അല്ലേ? ഇപ്പൊ എല്ലാവരും ഉണർന്നില്ലേ? അല്ലെ? ലൈവായി അല്ലേ? ഓക്കെ, തുടങ്ങാം നമുക്ക്. അപ്പൊ എല്ലാവരും നന്നായിട്ടിരിക്കുമല്ലോ? ഓക്കെ. ഈ സ്നേഹ, മാളൂട്ടി, ശിവാനി, ശിവാനി കുഴപ്പമില്ല, ശിവാനിക്ക് സിജി ജെയ്സൺ. ആരാ സിജി ജെയ്സൺ? ഇതുവരെ ഞാൻ വിളിച്ചിട്ടില്ല സിജിയെ. സിജി ഓക്കെ. ആ ഒരു പ്രതികരണമൊക്കെ റെസ്പോണ്ട് ഒന്ന് കേട്ടാ മതി. അപ്പൊ ഞങ്ങൾക്കൊന്ന് ഇല്ല, എന്റെ മനസ്സിലൊരു കുളിർമയൊക്കെ വരും നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ? ഞാൻ പഠിക്കുന്നു. എന്തായേ? പാട്ട് പഠിച്ചിട്ടുണ്ടാ? ഇല്ല മോള്, പഠിച്ചിട്ടില്ല. പാട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. വെറുതെ ഇങ്ങനെയൊക്കെ കിടന്നങ്ങനെ പാടും, അത്രേ ഉള്ളൂ. വോയിസ് നല്ലതാണ് മാം. സൂപ്പറായിട്ട് പാടുന്നുണ്ട്, അടിപൊളി. ഓക്കെ, ഇങ്ങനെ തലേ നാളെയും പാടുங்க. തുടങ്ങട്ടെ ഞാൻ വന്നാലോ? യെസ് മാം. ഓക്കെ. ഇനി ഞങ്ങളിൽ ഒരാൾ നിന്നെ ക്ഷണിക്കാൻ വരും. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഞങ്ങൾ ഒരാൾ ക്ഷണിക്കാൻ വരും അല്ലെ? ഞാൻ ചോദിക്കുന്നത് എന്താണ് പറയണം കേട്ടോ. സ്വരാജ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്?
ഈ സ്വരാജിനെയാണ്. സ്വരാജ്, ഇവിടെ ഉണ്ടല്ലോ സ്വരാജ്. സ്വരാജ്, യു അൺമ്യൂട്ട് യുവർ മൈക്ക്. സ്വരാജ് കേൾക്കുന്നില്ലേ? സ്വരാജിന് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല, അതായിരിക്കും. ഷിയാസ്, ഷിയാസ്. യെസ് മാം, എനിക്കത് അറിയുന്നില്ല. ഓക്കെ. ലിത, എന്താണ്? Either of one will invite ഞാൻ you. ചോദിച്ച ആളൊന്ന് പറയട്ടെ കേട്ടോ. ഷിയാസിനോട് ഞാൻ ചോദിച്ചോണ്ടിരിക്കയാണ് അല്ലേ? ഷിയാസ് പറഞ്ഞോളൂ. ഷിയാസ് എന്ന എന്ത് കുട്ടി എന്ന് വിളിക്കണം? നിജിയ എന്നാണ് പേര്. ഷിയാസ് എന്ന നിജിയ. നിജിയ. ഷിയാസ് എന്ന നിജിയെ വിളിച്ചോണ്ടിരിക്കണ ഞാൻ. അപ്പൊ പറയട്ടെ, ഷിയാസ് എന്ന നിജിയ പറ്റുന്ന തരത്തിൽ പറഞ്ഞോളൂ കേട്ടോ. ഞങ്ങളിൽ ഒരാൾ എന്നാ പറഞ്ഞത് അല്ലേ? രണ്ടിലൊരാൾ എന്നുള്ളതിന് എയ്തർ എന്നല്ലേ? അതെ, ഞങ്ങളിലൊരാൾ. അപ്പൊ രണ്ടുപേരില്ല. അപ്പൊ ഞങ്ങളിൽ ഒരാൾ എന്ന് പറയുമ്പോ എന്ത് ചേർക്കണം? എയ്തർ ഓഫ് വൺ. either of one. either of one will ഞങ്ങളിൽ അല്ലേ? ഞങ്ങൾ എന്നാണ്. either of us അല്ലേ? ഞങ്ങൾ either of us. Either of us will come to invite you. ഷിയാസിനോട് പറഞ്ഞു കഴിഞ്ഞാല് നഷ്ഫ പറയുന്നു. മിണ്ടാതിരുന്നോളവിടെ കേട്ടോ. ഷിയാസേ പറഞ്ഞോ. either of us will come വരും to invite നിങ്ങളെ ക്ഷണിക്കും. to invite അല്ലേ? Yes. come to invite you അല്ലേ? Yes. ഓക്കെ, പഠിച്ചില്ലേ? Yeah. ഇനി ഞങ്ങളിൽ ആരും വരില്ല എന്നുള്ളത് എന്ത് വരും? ആരും വരില്ല. No. No one. അല്ലേ? നോ വൺ ആണോ? നമ്മള് ഏതാണ്? ആരുമില്ല, ആരും വരില്ല എന്നുള്ളതിന് നമ്മൾ എന്താ? ആരും. കേട്ടോ? Neither. neither of us will come to invite you എന്ന് വെച്ചാൽ നിന്നെ ക്ഷണിക്കാൻ ആരും വരില്ല എന്നാണ്. നെയ്തർ വെച്ച് കേട്ട് കഴിഞ്ഞാല് ആരെങ്കിലും വരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ആരും വരൂല കേട്ടോ. എവരിത്തിങ് ആണെങ്കിലോ എല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് എങ്ങനെ പറയും? Okay. Everything is okay. ശരി. എവരിത്തിങ് ഈസ് ഗോയിങ് അല്ലേ? ടു ബി ഓൾറൈറ്റ് അല്ലേ? എന്താണ്? എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ? എവരിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഓൾറൈറ്റ് അല്ലേ? എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് പറയാം അല്ലേ? ഇനി നിങ്ങൾ പറയാം, നിങ്ങളുടെ കയ്യിൽ 2 ഡ്രസ് ഉണ്ട് അല്ലെ? അല്ലെ 2 സാരി നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോ അതിൽ പറയുന്നത് ഇത് 2-ല് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സാരിയാണ് കേട്ടോ. എങ്ങനെ പറയും? അങ്ങനെ പറയും. നിങ്ങൾ ഇങ്ങനെ പഠിക്കണ്ടേ? നിങ്ങൾ ഒരാളോട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയുമെന്ന് ഞാൻ ചോദിച്ചത്. ആ സാരിയാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് ആ സാരി അല്ലെ? മറ്റേ സാരിനേക്കാൾ ഇഷ്ടം ഈ സാരിയാണ് എന്ന് എങ്ങനെ പറയും? Either of these sarees, I like that one. either of These sarees, I like that one. I like this one. പറയാം. ഈ 2 സാരി എനിക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ പറയും? I like both sarees. അങ്ങനെയല്ല, നെയ്തർ വെച്ച് പറഞ്ഞാ പോരെ? നമുക്ക് എന്തിനാണ് അല്ലെ ഐ ലൈക്ക് എന്നൊക്കെ പറയേണ്ടത്? കാര്യം എന്താണ്? ഇഷ്ടമല്ല എന്നാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്തർ ഓഫ് വെച്ച് ഉപയോഗിച്ചാ മതി. neither of these sarees. 2 സാരീസ് അല്ലെ? നെയ്തർ ഓഫ് ദീസ് സാരീസ് അല്ലെ? നോട്ട് ലൈക്ക് മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടൊന്നും ചേർക്കണ്ട. നോട്ട് അവിടെ വരില്ല. നെയ്തർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ടോ നോവണ്ണോ
അല്ലെങ്കിൽ നോ എന്നോ ഒന്നും നത്തിങ്ങോ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. Okay, ma'am. ആ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പറഞ്ഞു പഠിക്കാൻ പറ്റും അല്ലെ. ഈ ഏതർ വെച്ചായാലും ഈച്ച് വെച്ചായാലും നെയ്തർ വെച്ചായാലും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റൂലേ. എനിക്ക് അതാണ് ഇഷ്ടം, എന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ് അല്ലെ. ഏതർ ഓഫ് മൈ ടു ഡ്രസ്സസ് ഇസ് ഗുഡ് അല്ലെ. ഇത് രണ്ട് ഡ്രസ്സ് എന്താണ് എനിക്ക് നല്ലതാണ് എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ അല്ല ഏതർ ഓഫ് മൈ ടു ഡ്രസ്സസ് ഇസ് ഗുഡ് എന്ന് വെച്ചാൽ ഇതില് ഏതെങ്കിലും ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്നാണ് അർത്ഥം അല്ലെ. നെയ്തർ ഓഫ് മൈ ടു ഡ്രസ്സസ് ഈസ് ഗുഡ് എന്ന് വെച്ചാലോ ഈ രണ്ട് ഡ്രസ്സും എനിക്ക് ഇഷ്ടമല്ല. ആ ഗുഡ് വന്നിട്ട് വെച്ചിട്ട് അത് രണ്ടും നല്ലതാണെന്നല്ല അർത്ഥം വരുന്നത്. അവിടെ വന്നേക്കണ വേർഡ് ഏതാണ്, നെയ്തർ ആയതുകൊണ്ട് നമുക്ക് ഒട്ടും താല്പര്യമില്ല എന്നാണ് അർത്ഥം കേട്ടോ. നമുക്ക് ഇഷ്ടമില്ല എന്നാണ് അർത്ഥം, ഇല്ല എന്നുള്ള അർത്ഥമാണ് അവിടെ നെയ്തറിന് വരുള്ളൂ. മനസ്സിലായോ? Yes, ma'am. ആ ഇനി പറയണ്, നിങ്ങൾ രണ്ടിൽ ഒരാൾക്കാണ് എന്തിൽ പങ്കെടുക്കാൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? ഞാൻ ചോദിക്കുന്ന ആളൊന്ന് ഷിജിന. Yes, ma'am. ആ നിങ്ങളിൽ ഒരാൾക്കാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ, കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് എങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് എങ്ങനെ പറയും? ഒന്ന് ഇംഗ്ലീഷിൽ പറയണമെന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെ പറയും? Either. ആ Any person. ഇനി പേഴ്സൺ ആണോ? പങ്കെടുക്കാൻ കഴിയുള്ളൂ എന്ന് പറയൂലേ, കഴിയുക അല്ലെ. നിങ്ങളിൽ ഒരാൾക്ക്. അപ്പോ എന്താണ് നമ്മൾ ആദ്യം എയ്തർ ഓഫ് ചേർക്കണമെന്നുള്ളത് നിയമമാണ്. എയ്തർ ഓഫ് ചേർത്തു അല്ലെ. ഇനി വരേണ്ട എന്താ, സബ്ജക്റ്റ് വരണം അല്ലെ. സബ്ജക്റ്റ് ആരെവിടെ? നിങ്ങളാണ് അല്ലെ. അപ്പൊ എന്ത് എഴുതണം? നിങ്ങളായതുകൊണ്ട് സബ്ജക്റ്റിന് എന്ത് കൊടുക്കണം? ഞാനിവിടെ One person. നിങ്ങൾ എന്നുള്ളതിന് എന്തെന്നാണ് ഷിജിന? ഞാൻ എത്ര നാൾ പഠിപ്പിച്ചു തന്നേക്കണം എന്തെന്നാണ്? നിങ്ങൾ, നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കണം. യുവർ എന്ന് വെച്ചാൽ നിങ്ങളുടെ കേട്ടോ. യുവർ ഉപയോഗിക്കുന്നത് യു അല്ലെ. ഏതർ ഓഫ് യു കഴിയും. കഴിയുക എന്നുള്ളതിന് എന്തെന്നാണ് പറഞ്ഞത്? കറക്റ്റ് ആണ് കേട്ടോ നിമിഷം. കഴിയുക എന്നുള്ളതിന് എന്തെന്നാ? Can. ക്യാൻ. ഏതർ ഓഫ് യു ക്യാൻ. പിന്നെ എന്താണ്? പങ്കെടുക്കുക എന്നുള്ളതാണ് പാർട്ടിസിപ്പേറ്റ് ഇൻ കോമ്പറ്റീഷൻ. ഓക്കെ. ഇനി നിങ്ങളിൽ ആർക്കും പങ്കെടുക്കാൻ പറ്റില്ലെന്ന് എങ്ങനെ എഴുതും? Neither. ഇവിടെ കൊണ്ടുവന്നാണ് ഇവിടെ നേരെ എയ്തർ ഓഫിന് പകരം നെയ്തർ ഓഫ് ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? എയ്തർ ഓഫിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചേർക്കണം? നെയ്തർ ഓഫ് ചേർത്ത് കഴിഞ്ഞാല് എന്ത് മീനിങ് കിട്ടും? എന്ത് മീനിങ് കിട്ടും? പങ്കെടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആർക്കും ഇതിനകത്തല്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റില്ല. ഇനി എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതിന് ഏത് വേർഡ് ഉപയോഗിക്കും നമ്മള്? Everyone. അല്ലെ. എവ്രിവൺ അല്ലെ, അല്ലെങ്കിൽ എവരിബഡി അല്ലെ. എവരിബഡിന്ന് യൂസ് ചെയ്യാം അല്ലെ, എല്ലാവർക്കും അല്ലെ. അപ്പൊ യു എന്നുള്ളത് വേണ്ട കേട്ടോ, യു വേണ്ട. എവരിബഡി ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ കോമ്പറ്റീഷൻ. ഓക്കെ. പിന്നെ ഓരോരുത്തർക്കും പങ്കെടുക്കാൻ പറ്റുമെന്ന് എങ്ങനെ എഴുതും? Each one can participate in the competition. അതന്നെ. Each of you can അല്ലെ. each of can. യു വേണ്ട. each of can participate in competition അല്ലെ. ഓരോരുത്തർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റും, ഇതില് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആയോ? അപ്പൊ Yes, ma'am.
അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ആശയം നമുക്ക് ഇതുവഴി നമുക്ക് പറയാൻ പറ്റില്ലേ? എവിടെയും ചെന്നാലും പറയൂലേ? പറയാൻ പറ്റും എന്നതാണ് എന്റെ ഒരു വിശ്വാസം. ഓരോരുത്തർക്കും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും, ഏതർ നെയ്തറൊക്കെ വെച്ചിട്ട്, അല്ലെ? അതേപോലെ തന്നെ സംവയറും സംതിങ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഓരോ വേർഡുകളൊക്കെ ഓരോ സെന്റൻസുകൾ മേക്ക് ചെയ്യാം കേട്ടോ. കേട്ടില്ലേ? യെസ് മാം. ആ, ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്നെങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ ചോദിക്കും? അല്ലേ? ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ്. നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഏതാണ് ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഉപയോഗിക്കണം അല്ലെ? അപ്പോ ഉണ്ടോ എന്നുള്ളതിനെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഹാസ് ഓർ ഹാവ് ആണ് അല്ലെ? ഇപ്പൊ ഇവിടെ എന്താണ്? സിംഗുലർ ആണ് അല്ലെ? ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നാ ഇപ്പൊ നമ്മൾ എന്തിറങ്ങണം? ഹാസ് അല്ലെ? Has anyone come here? എനിവൺ അല്ലെങ്കിൽ എനിബഡി കേട്ടോ. അല്ലെ? ഹാസ് anyone or anybody come here? ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചൂടെ? അല്ലെ? അതേപോലെ തന്നെ ഈ വേർഡ് തന്നെ നിങ്ങൾക്ക് നേരെ ഇതാക്കാം. ആരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഹാസ് എനിബഡി കോൾ മീ? എന്നെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ അല്ലെ? ചോദിച്ചൂടെ? ഹാസ് എനിബഡി കോൾ മീ? ഹാസ് എനിവൺ കോൾ മീ എന്നൊക്കെ ചോദിക്കാം അല്ലെ? ഇനി ആരെങ്കിലും എന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? ഹാസ് എനിവൺ വെയിറ്റ് മീ അല്ലെ? അതൊക്കെ ചോദിക്കാം. അപ്പോ ഇതെല്ലാം എന്താണ്? നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഓരോന്നും നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? ആ ആശയങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തിലേക്ക്? ഇംഗ്ലീഷിലേക്ക് നേരിട്ടങ്ങോട്ട് പെട്ടെന്നാണ് ഇന്റർപ്രറ്റ് ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല. എല്ലാ സെന്റൻസുകളെയും എല്ലാം നമ്മുടെ മനസ്സിൽ കാണുന്ന എല്ലാ ആശയങ്ങളെയും പെട്ടെന്നാട് എന്താണ് നേരെ ഇംഗ്ലീഷിലേക്ക് ആക്കാനായിട്ട് നമുക്ക് പറ്റില്ല എന്ന് വരും കേട്ടോ. പക്ഷെ ചെറുതൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ എവിടെയാണ് വെർബ് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് ആഡ്വർബ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എവിടെ യൂസ് ചെയ്യണം, നൗൺ എവിടെ അല്ലെ യൂസ് ചെയ്യണം, ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന സബ്ജക്റ്റുകൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വേർഡുകളുടെ മീനിങ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ആശയങ്ങളെ നമുക്ക് പറ്റില്ലേ എഴുതാനായിട്ട്? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. Thank you, ma'am. Thank you, ma'am. Okay. Thank you, ma'am. Thank you, ma'am. ഇനി ആരുടെ ക്ലാസ് ആണ് നിങ്ങൾക്ക്? ആരുമില്ല.